മോർണിംഗ് ടു ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗം ഓസിലേറ്ററുകളെ പറ്റിയാണ്. എന്താണ് ഓസിലേറ്ററുകൾ? ഓസിലേറ്ററുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഓസിലേറ്ററുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ വക കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഈ ക്ലാസ്സുകളിൽ പഠനം നടത്തുന്നു. ആദ്യമായി എന്താണ് ഓസിലേറ്റർ? An oscillator is just an electronic circuit which converts DC energy into AC energy of required frequency. എന്ന് പറഞ്ഞാൽ ഓസിലേറ്റർ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. അവ ചെയ്യുന്ന ജോലി എന്തെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സർക്യൂട്ടിന് നമ്മൾ കൊടുക്കുന്ന DC സപ്ലൈയെ AC ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ AC ആക്കി മാറ്റുന്നതോടൊപ്പം തന്നെ ഏത് ഫ്രീക്വൻസിയിലുള്ള AC ആണ് എന്നുള്ള കാര്യം നമുക്ക് വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുന്നതാണ്. അതോടൊപ്പം തന്നെ ഓസിലേറ്ററിന് മറ്റൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. ആൻ ഓസിലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് പ്രൊഡ്യൂസസ് ആൻ AC ഔട്ട്പുട്ട് വിത്തൗട്ട് എനി ഇൻപുട്ട്. മറ്റൊരു ഇൻപുട്ടുകളുടെ സഹായവുമില്ലാതെ തന്നെ ഒരു AC ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിക് സർക്യൂട്ട് കൂടിയാണ് ഓസിലേറ്റർ. അപ്പോൾ ഓസിലേറ്ററിന് പ്രധാനമായി ഉപയോഗിക്കുന്ന രണ്ട് ഡെഫിനിഷൻസാണ് നമ്മൾ ഇതുവഴി കാണുന്നത്. ഒന്നാമതായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, DC എനർജിയെ AC എനർജിയായിട്ട്, റിക്വയർഡ് ഫ്രീക്വൻസിയിൽ DC എനർജിയെ AC എനർജിയാക്കി മാറ്റുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഓസിലേറ്റർ. അതോടൊപ്പം തന്നെ മറ്റൊരു ഇൻപുട്ടും ഇല്ലാതെ AC ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണം അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഓസിലേറ്റർ. എന്താണ് ഓസിലേറ്ററിൻ്റെ അനിവാര്യത, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഓസിലേറ്റർ ഉപയോഗിക്കുന്നത്? നമ്മൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇൻ മെനി ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ് ഇലക്ട്രിക്കൽ എനർജി അറ്റ് എ സ്പെസിഫിക് ഹൈ ഫ്രീക്വൻസി റേഞ്ചിങ് ഫ്രം ഫ്യൂ ഹെർട്സ് ടു സെവറൽ മെഗാ ഹെർട്സ് ഈസ് റിക്വയർഡ്. അതായത് നമുക്ക് ഇലക്ട്രോണിക്സ് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഇന്ന് വളരെയധികം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളിലും, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളായാലും അല്ലെങ്കിൽ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായാലും ഇവയിലെല്ലാം തന്നെ നമുക്ക് വളരെ വിവിധങ്ങളായ ഫ്രീക്വൻസികൾ ആവശ്യമായിട്ട് വരുന്നു. പല ഫ്രീക്വൻസി റേഞ്ചിലുള്ള ആ ഉപകരണങ്ങൾ നമുക്ക് ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ട് ഓസിലേറ്ററുകളുടെ സഹായം കൂടിയേ തീരൂ. This is obtained with the help of electronic device called oscillator. ഇങ്ങനെ നമുക്ക് വിവിധങ്ങളായ ഫ്രീക്വൻസികൾ ലഭ്യമാക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഓസിലേറ്റർ. These are used in radio, TV, radar and other communication digital electronic applications. ഓസിലേറ്ററുകളുടെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഓസിലേറ്ററുകൾ ഉപയോഗിച്ചിരിക്കുന്ന ചുരുക്കം ചില ഉപകരണങ്ങളെ പറ്റിയാണ് പറയുന്നത്. റേഡിയോ, നിങ്ങളുടെ വീടുകളെല്ലാം ഉപയോഗിക്കുന്ന റേഡിയോ, TV, ദെൻ റഡാർ ആൻഡ് മറ്റെല്ലാ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിലും, കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ ഉപകരണങ്ങളിലെല്ലാം എല്ലാത്തിലും ഓസിലേറ്റർ നമ്മൾ ഒരു അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ ഹൃദയം ഇടിക്കുന്നില്ലെങ്കിൽ ശരീരം നിശ്ചലമായിരിക്കുന്ന അവസ്ഥ പോലെ തന്നെയാണ് ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിൽ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ. ഓസിലേറ്ററാണ് DC വർക്ക് ചെയ്യുന്ന ആ ഒരു ഉപകരണത്തെ ഒരു ചലിപ്പിക്കുന്ന AC വൈബ്രേഷൻസ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരേ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഓസിലേറ്ററുകളാണ്. ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ മ്യൂസിക്കൽ ഓർഗൻസ്, ഫാക്സ് മോഡംസ്, ദെൻ ഡോർബെൽസ്, ബീപ്പേഴ്സ്, സൈറൻസ്, അലാംസ് എക്സെട്ര. നമുക്ക് കേൾക്കാൻ ഉപയോഗിക്കുന്ന ഫ്രീക്വൻസിയാണ് ഓഡിയോ ഫ്രീക്വൻസി. ഈ ഓഡിയോ ഫ്രീക്വൻസിയിൽ നമ്മൾ വളരെയധികം കാര്യങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായി നിങ്ങൾ ഓരോ പരിപാടികളിൽ അല്ലെങ്കിൽ മ്യൂസിക്കൽ ഫങ്ഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഓർഗൻസ്, ഗിത്താർസ്, ദെൻ ഫാക്സ്, നിങ്ങൾക്ക് ഫാസിമൽ സർവീസ് ഉപയോഗിക്കാനുള്ള ഫാക്സ്, മോഡംസ്, ദെൻ വീടുകളിൽ ഉപയോഗിക്കുന്ന ഡോർ ബെല്ലുകൾ, ഇലക്ട്രോണിക് ഡോർ ബെല്ലാണെന്ന് വളരെയധികം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പല മ്യൂസിക്കൽ ബെല്ലുകൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ബീപ്പറുകൾ, വളരെ ബീപ്പ് സൗണ്ട് ഉപയോഗിക്കുന്ന ബീപ്പറുകൾ,
ദെൻ സൈറനുകൾ, ആംബുലൻസ്, പോലീസ്, സൈറനുകൾ, ദെൻ മറ്റ് അലാം സംവിധാനങ്ങൾ, ഇവയ്ക്കെല്ലാം തന്നെ നമുക്ക് ഈ ഓസിലേറ്റർ ഉപയോഗിച്ചേ തീരൂ. ഈ ഓസിലേറ്ററുകൾ ഒന്ന് മാത്രമാണ് നമുക്ക് ഇവയെല്ലാം തന്നെ സാധ്യമാക്കി തരുന്നത്. എന്താണ് ബേസിക് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ്? ഓസിലേറ്ററുകൾ എത്ര തരം നമ്മൾ ഉപയോഗിക്കുന്നു? ബേസ്ഡ് ഓൺ ദ വേവ് ഫോം പ്രൊഡ്യൂസ്ഡ് അറ്റ് ദി ഔട്ട്പുട്ട്. ഓസിലേറ്ററുകൾ പല മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് മാനദണ്ഡം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്ത് വേവ് ഫോം അല്ലെങ്കിൽ ഏത് ഷേപ്പ് വേവ് ഫോമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതിനനുസരിച്ചിട്ട് 2 തരം ഓസിലേറ്ററുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഒന്നാമതായിട്ട് സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ്. സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്ററുകളെയാണ് സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് നോൺ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സൈൻ വേവ് അല്ലാതെ മറ്റ് ഏത് ഷേപ്പിലുള്ള വേവ് ജനറേറ്റ് ചെയ്യുന്നതിനെയും നമ്മൾ കോമൺ ആയി നോൺ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ നോൺ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സിൻ്റെ വീണ്ടും ഒരു വകഭേദമാണ് സ്വീപ്പ് സർക്യൂട്ട്സ് ആൻഡ് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ്. ഇവയെല്ലാം നമുക്ക് വരുന്ന ഭാഗങ്ങളിൽ കാണുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ ഈ ഭാഗത്ത് ഏറ്റവും ഭംഗിയായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സിനുസോയിഡൽ ഓസിലേറ്റേഴ്സിനെ പറ്റിയാണ്. എന്താണ് സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ്? എ സ്റ്റാറ്റിക് ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസസ് സിനുസോയിഡൽ ഓസിലേഷൻസ്, ദാറ്റ് മീൻസ് സൈൻ വേവ് ഓഫ് ഡിസൈർഡ് ഫ്രീക്വൻസി ഈസ് കോൾഡ് സിനുസോയിഡൽ ഓസിലേറ്റർ. ഒരു സ്റ്റാറ്റിക് ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതിനൊരു മൂവ്മെൻറ്റ് ഉണ്ടാകില്ല. ഓസിലേറ്ററുകൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു ഓസിലേഷൻസ് ഉണ്ടാക്കാൻ നമുക്ക് യന്ത്രഭാഗങ്ങളുടെ മൂവ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ജനറേറ്ററുകളുടെ മൂവ്മെൻറ്റ് വഴിയോ നമുക്ക് സാധ്യമാകും. അങ്ങനെ മൂവ്മെൻറ്റ് വഴി ഉണ്ടാക്കാവുന്ന ഓസിലേഷൻസ് അവിടെ സ്റ്റാറ്റിക് അല്ല, അതൊരു ഡൈനാമിക് ടൈപ്പാണ്. അതിന് ലിമിറ്റേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹയർ ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ വളരെ ഹൈ സ്പീഡിൽ റൺ ചെയ്യിക്കാനുള്ള അതിൻ്റെ അപര്യാപ്തതയാണ് ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക്. രണ്ടാമതായി അത് മറ്റ് എൻജിനുകളുടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലെ അപശബ്ദങ്ങൾ ഉണ്ടാക്കും. മൂന്നാമതായി അതിന് എനർജി കൂടുതൽ വേണ്ടിവരും, അതിന് കൂടുതൽ സ്പേസ് വേണ്ടിവരും. ഇതൊക്കെ കാരണം കൊണ്ട് നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഓസിലേറ്ററുകളുടെ ഇലക്ട്രോണിക്സ് ഓസിലേറ്ററുകളുടെ ആവശ്യം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ സ്റ്റാറ്റിക് ഇലക്ട്രോണിക് ഡിവൈസാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്ന ഇലക്ട്രോണിക് ഓസിലേറ്ററുകൾ. അതായത് അവ വെറും ട്രാൻസിസ്റ്ററുകളോ ICകളോ ഉപയോഗിച്ച് ഒരു PCBയിൽ ഇരുന്ന് തന്നെ അവ വർക്ക് ചെയ്യുന്നു. അവ ഒരിക്കലും മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാറ്റിക് ഇലക്ട്രോണിക് ഡിവൈസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി സിനുസോയിഡൽ ഓസിലേറ്റർ ആയതുകൊണ്ട് തന്നെ സൈൻ വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസിലേറ്ററുകളാണ് നമ്മൾ സിനുസോയിഡൽ ഓസിലേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. നമുക്കതിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഓഡിയോ റേഞ്ചുകളിലോ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള മെഗാഹേർട്സ്, ജിഗാഹേർട്സ് റേഞ്ചുകളിലെല്ലാം നമുക്ക് ഫ്രീക്വൻസികൾ ലഭ്യമാണ്, അല്ലെങ്കിൽ ഫ്രീക്വൻസികൾ ജനറേറ്റ് ചെയ്യാൻ സാധ്യമാണ്. ഉദാഹരണം, ഈ സിനുസോയിഡൽ ഓസിലേറ്ററിൻ്റെ ഉദാഹരണമാണ് 2 തരം പ്രധാനപ്പെട്ട ഓസിലേറ്ററുകൾ ഇതിനകത്തുള്ളത്: LC ഓസിലേറ്റേഴ്സ് ആൻഡ് RC ഓസിലേറ്റേഴ്സ്. LC ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയുന്ന പോലെ L ഇൻഡിക്കേറ്റ്സ് ഇൻഡക്റ്റൻസ് ആൻഡ് C ഇൻഡിക്കേറ്റ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇൻഡക്ടറുകളും കപ്പാസിറ്ററുകളും ഉപയോഗിച്ചിട്ടുള്ള ഓസിലേറ്റേഴ്സാണ് LC ഓസിലേറ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഓസിലേഷൻ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇൻഡക്ടറുകളും കപ്പാസിറ്ററുകളുമാണ് എങ്കിൽ ആ ഓസിലേറ്ററുകളെ നമ്മൾ വിളിക്കുന്നത് LC ഓസിലേറ്റേഴ്സ് എന്ന പേരിലാണ്. ഇനി അടുത്തത് RC ഓസിലേറ്ററാണ്. റെസിസ്റ്ററും കപ്പാസിറ്ററുമാണ് നമ്മൾ ഓസിലേഷൻസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എങ്കിൽ അവയെ നമ്മൾ കോമണായി RC ഓസിലേറ്റേഴ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് സിനുസോയിഡൽ ഓസിലേറ്റേഴ്സിൻ്റെ വിവിധ വകഭേദങ്ങൾ? സിനുസോയിഡൽ ഓസിലേറ്റേഴ്സിൻ്റെ ഒന്നാമത്തെ വകഭേദമാണ് ഡാംപ്ഡ് ഓസിലേഷൻസ്. എന്താണ് ഡാംപ്ഡ് ഓസിലേഷൻസ്? The electrical oscillations in which amplitude decreases with time are known as damped oscillations. എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ അല്ലെങ്കിൽ ഒരു സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, അതിൻ്റെ പീക്ക്
ഓരോ സമയത്തിനനുസരിച്ചിട്ട് സമയം മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ചിട്ട് പീക്ക് കുറഞ്ഞു കുറഞ്ഞു വന്ന് അവസാനം ഇല്ലാതെ ആകുന്ന അല്ലെങ്കിൽ അതിൻ്റെ പീക്ക് തീരെ ഇല്ലാതെയായി 0 ആയി വരുന്ന ടൈപ്പ് ഓസിലേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡാംപ്ഡ് ഓസിലേഷൻസ്. It can be observed that the amplitude of oscillations decreases with time though the frequency remains same. നമുക്കതിനെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. തന്നിരിക്കുന്ന ഫിഗറിൽ ഓരോ സൈക്കിൾ കഴിയും തോറും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു, പക്ഷേ അതിൻ്റെ ഫ്രീക്വൻസി അതേപോലെ തന്നെ നിലനിൽക്കുന്നു. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ലോസ് ഓഫ് എനർജി ഇൻ ദ സിസ്റ്റം പ്രൊഡ്യൂസിങ് ഓസിലേഷൻസ്. ഇതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഓസിലേഷൻസ് നടത്തുമ്പോഴും അവിടെ എനർജി ഉപയോഗിക്കുന്നത് കൊണ്ടും ആ ഉപയോഗിക്കുന്ന എനർജി നമുക്ക് റിട്ടേൺ കൊടുക്കുന്നില്ല എങ്കിലാണ് ഇതുപോലെ സംഭവിക്കുന്നത്. നിങ്ങൾ ഒരു ഊഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലമോ ആട്ടിവിട്ടാൽ എന്താണ് സംഭവിക്കുക? അത് തന്നെയാണ് ഡാംപ്ഡ് ഓസിലേഷൻസ്. ഒരിക്കലും ഒരു ഊഞ്ഞാൽ ആട്ടിവിട്ടാൽ അത് കുറച്ച് നേരം ആദ്യമേ ഒരു പർട്ടിക്കുലർ ലെങ്ത്തിൽ അത് ആടുന്നു. അത് കഴിയുമ്പോൾ പതിയെ ആ ലെങ്ത്ത് കുറഞ്ഞ് അത് സാവധാനത്തിൽ ഒരേ പൊസിഷനിൽ വന്ന് നിൽക്കുന്നു. ഈ ഓസിലേഷൻസിനെ നമ്മൾ ടൈമിനനുസരിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ ഡാംപ്ഡ് ഓസിലേഷൻസ് വേവ് ഫോം. ഇനി എന്താണ് അൺഡാംപ്ഡ് ഓസിലേഷൻസ്? The electrical oscillations in which amplitude does not change with the time are known as undamped oscillations. നമുക്ക് ഡാംപ്ഡ് ഓസിലേഷനെ കൊണ്ട് നമുക്ക് വലിയ ഉപകാരങ്ങൾ ഇല്ല. ഡാംപ്ഡ് ഓസിലേഷൻ നമുക്ക് ചില പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം നമുക്ക് അൺഡാംപ്ഡ് ഓസിലേഷനാണ്. ഒരു ഊഞ്ഞാലിൽ നമ്മൾ കയറിയിരുന്നാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആടണം എന്നാണ് നമുക്ക് ആഗ്രഹം. അതുപോലെ തന്നെ ഒരു ഓസിലേറ്റർ നമ്മൾ ഉണ്ടാക്കിയാൽ അത് എപ്പോഴും അൺഡാംപ്ഡായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരേ ആംപ്ലിറ്റ്യൂഡിൽ ഒരേ ഫ്രീക്വൻസിയിൽ നിലനിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരേ ഫ്രീക്വൻസിയിലും ഒരേ ആംപ്ലിറ്റ്യൂഡിലും എപ്പോഴും നിലനിൽക്കുന്ന ടൈമിനനുസരിച്ച് നിലനിൽക്കുന്ന ഓസിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺഡാംപ്ഡ് ഓസിലേഷൻ. ഹിയർ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ആർ കോൺസ്റ്റന്റ് വിത്ത് ടൈം. ഇവിടെ ടൈമിനനുസരിച്ചിട്ട് ആംപ്ലിറ്റ്യൂഡ് മാറ്റം സംഭവിക്കുന്നില്ല. ആൻഡ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഫ്രീക്വൻസിയിലും മാറ്റം സംഭവിക്കുന്നില്ല. ദീസ് ആർ ഓസിലേഷൻസ് വിച്ച് ആർ യൂസ്ഡ് ഇൻ വേരിയസ് ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്. ഈ തരത്തിലുള്ള ഓസിലേറ്ററുകളെയാണ് അല്ലെങ്കിൽ ഓസിലേഷൻസിനെയാണ് നമ്മൾ വിവിധങ്ങളായ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നത്. ദീസ് അൺഡാംപ്ഡ് ഓസിലേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ പ്രൊവൈഡിങ് ആൻ എനർജി കോമ്പൻസേഷൻ സർക്യൂട്ട്. ഇങ്ങനെ ഒരു അൺഡാംപ്ഡ് ആയിട്ടുള്ള ഒരു ഓസിലേഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് നിർമ്മിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു എനർജി കോമ്പൻസേഷൻ സർക്യൂട്ട് ആവശ്യമായി വരികയാണ്. അതായത് നിങ്ങളൊരു ഊഞ്ഞാലിനെ വൺസ് ആട്ടി വിട്ട് കഴിഞ്ഞാൽ ആ ഊഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡാംപ്ഡ് ഓസിലേഷൻ ആയിരിക്കും. അതായത് സാവധാനത്തിൽ അത് നിന്നു പോകുന്നു. പക്ഷേ അത് കണ്ടിന്യൂസ് ആയി ആടിക്കൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും? വളരെ ചെറിയ തോതിലുള്ള ഓരോ ആട്ടം കഴിയുമ്പോഴും അവിടെ നഷ്ടപ്പെടുന്ന എനർജി എത്രയാണോ ആ എനർജിയെ കോമ്പൻസേറ്റ് ചെയ്യാൻ തക്ക രീതിയിൽ രണ്ടാമത് വരുമ്പോൾ അത് വീണ്ടും ചെറിയൊരു എനർജി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഊഞ്ഞാലിനെ കണ്ടിന്യൂസ് ആയി ഒരേപോലെ ആട്ടിക്കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുപോലെ തന്നെ ഈ ഡാംപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഇലക്ട്രോണിക് ഓസിലേഷൻസിനെ അൺഡാംപ്ഡായി നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു എനർജി കോമ്പൻസേഷൻ സർക്യൂട്ട് അനിവാര്യമാണ്. ഇനി എന്താണ് ഒരു ആംപ്ലിഫയർ? എങ്ങനെയാണ് ഒരു ഓസിലേറ്ററായി വർക്ക് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഒരു ആംപ്ലിഫയർ. അത് ഈ എനർജി നമ്മൾ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോകുന്ന എനർജി വീണ്ടും കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടാമത് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യന്താപേക്ഷിതമായ ഒരു ഉപകരണമാണ് ആംപ്ലിഫയർ. ആംപ്ലിഫയർ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആംപ്ലിഫയറിനെ പറ്റി ഡീറ്റെയിൽ ആയി ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞതാണ്. സോ ആംപ്ലിഫയർ വളരെ ചെറിയൊരു സിഗ്നലിനെ വലുതാക്കുന്ന ഒരു ഡിവൈസാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ നമുക്ക് ഒരു ബ്ലോക്ക് ഡയഗ്രാം കൊടുത്തിരിക്കുകയാണ്. ഒരു ആംപ്ലിഫയറും അതോടൊപ്പം തന്നെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടുമാണ് ഈ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ളത്. നമുക്ക് ZX 2 ടെർമിനലുകൾ കാണിച്ചിരിക്കുന്നു. ആ ടെർമിനലുകൾ പരസ്പരം കണക്ട് ചെയ്യാത്ത ടെർമിനലുകളാണ്. ആംപ്ലിഫയർ വിത്ത് ഗെയിൻ എ എന്ന ഗെയിനുള്ള ഒരു ആംപ്ലിഫയർ, അതായത് അതിൻ്റെ എത്ര ശതമാനമാണ് ആംപ്ലിഫിക്കേഷൻ എന്നുള്ളതാണ് ഗെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അവിടെ ഒരു വി ഇൻ എന്നുള്ള സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്നു. ആംപ്ലിഫയറിലേക്ക് വി ഇൻ എന്നുള്ള സിഗ്നൽ അപ്ലൈ ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും ആ ചെറിയ വി ഇന്നിനെ ആംപ്ലിഫയർ എത്ര ഇരട്ടിയാക്കും? എ എന്നുള്ള ഗെയിൻ അത്ര ഇരട്ടിയാക്കി എ വി എൻ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. എ ഇൻറ്റു വി ഇൻ അതായിരിക്കും എ വി എൻ, അതായിരിക്കും ഔട്ട്പുട്ടായി നമുക്ക് വി ഔട്ടിൽ ലഭ്യമാകുക. ആംപ്ലിഫയറിൻ്റെ ഗെയിൻ 100 ആണ് എങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നലിൻ്റെ 100 ഇരട്ടിയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുക. ഇനി ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സർക്യൂട്ടാണ് ഫീഡ്ബാക്ക് സർക്യൂട്ട്. അതായത് ഔട്ട്പുട്ടിൽ നിന്ന് ഒരു പോർഷൻ എടുത്തിട്ട് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ഫീഡ്ബാക്ക്. ബാക്കിലേക്ക് ഫീഡ് ചെയ്യുക. ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് 2 തരമുണ്ട്. ആദ്യത്തെ തരം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന സിഗ്നലിനും കൊടുക്കുന്ന സിഗ്നലും എങ്ങനെയാണ് എന്നതിനനുസരിച്ചിട്ടാണ് ഫീഡ്ബാക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിൽ ഏത് തരത്തിലുള്ള സിഗ്നലാണോ കൊടുത്തിരിക്കുന്നത് അതേ തരത്തിലുള്ള സിഗ്നലാണ് നമുക്ക് ഫീഡ്ബാക്ക് വഴി രണ്ടാമത് കൊടുക്കുന്നതെങ്കിൽ ആ ഫീഡ്ബാക്കിനെ നമ്മൾ വിളിക്കുന്ന പേര് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കും. അതായത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലുള്ള സിഗ്നൽ പോസിറ്റീവിലേക്ക് പോകുന്ന സമയത്ത് ഈ ഫീഡ്ബാക്ക് വഴി നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്ന സിഗ്നലും പോസിറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് ആ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ അത് കൂടാൻ കാരണമാകുന്നു. അങ്ങനെ ഗെയിൻ കൂടാൻ കാരണമാകുന്ന ഫീഡ്ബാക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. രണ്ടാമത്തെ ഒരു ഇനം എന്ന് പറയുന്നത് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് പോസിറ്റീവിലേക്ക് പോകുന്ന സമയത്ത് ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്ന സിഗ്നൽ നെഗറ്റീവിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് സിഗ്നലും നെഗറ്റീവ് സിഗ്നലും പരസ്പരം ആക്ട് ചെയ്തുകൊണ്ട് ഇഫക്റ്റീവ് ഇൻപുട്ട് സിഗ്നലിനെ കുറയ്ക്കാൻ കാരണമാകും. ഇഫക്റ്റീവ് ഇൻപുട്ട് സിഗ്നൽ കുറഞ്ഞാൽ സ്വാഭാവികമായും ആംപ്ലിഫിക്കേഷൻ കുറയാൻ കാരണമാകും. അതായത് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കുറയുന്നു. ആംപ്ലിഫയറിൻ്റെ ഗെയിൻ കുറയാൻ കാരണമാകുന്ന ഈ രീതിയിലുള്ള ഫീഡ്ബാക്കിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇനി എന്താണ് ആംപ്ലിഫയറിൽ ഫീഡ്ബാക്ക് ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത? ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്ന ഫീഡ്ബാക്ക് സാധാരണഗതിയിൽ ആംപ്ലിഫയറുകളിൽ ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടിരിക്കുന്ന പോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്കാണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നത് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ സ്റ്റേബിളായി നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഒരു ആംപ്ലിഫയറിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിച്ചാൽ ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്ന ആംപ്ലിഫയർ ഒരു ഓസിലേറ്റർ പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ ഇനി കാണുന്നത്. ഇവിടെ നമുക്ക് കാണുന്ന ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു വി ഇൻ ആംപ്ലിഫയറിൽ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന സംവിധാനം നോക്കി കഴിഞ്ഞാൽ കാണാൻ കഴിയും. അവിടെ ഫീഡ്ബാക്കിൻ്റെ പോസിറ്റീവ് ആംപ്ലിഫയറിൻ്റെ പോസിറ്റീവിലേക്കും ഫീഡ്ബാക്കിൻ്റെ നെഗറ്റീവ് ആംപ്ലിഫയറിൻ്റെ നെഗറ്റീവിലേക്കും ലിങ്ക് ചെയ്യുന്നു. ഇനി അവിടെ ആ ലിങ്ക് നമ്മൾ ZX എന്ന സ്ഥലത്ത് ഓപ്പൺ ആണ്. ഇവയെ നമ്മൾ ക്ലോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇവയെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംപ്ലിഫയർ ഒരു ഓസിലേറ്ററായി വർക്ക് ചെയ്യുന്നു. ഇനി ആംപ്ലിഫയർ ഓസിലേറ്ററായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്താണ് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. വി നോ ദാറ്റ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് എംപ്ലോയ്ഡ് ഇൻ ആംപ്ലിഫയേഴ്സ് ഫോർ സ്റ്റെബിലിറ്റി ഓഫ് ദ ഔട്ട്പുട്ട്. നമുക്കറിയുന്ന പോലെ തന്നെയാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒരു ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നത് ആംപ്ലിഫയറിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഹിയർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഓസിലേഷൻസ്. ഓസിലേറ്ററുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ല, മറിച്ച് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഉപയോഗിക്കുന്നത്. ഫ്രം ദ സർക്യൂട്ട് ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ദാറ്റ്. നമുക്കൊരു സർക്യൂട്ടിലൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു. ആംപ്ലിഫൈഡ് സിഗ്നൽ അവൈലബിൾ ഇൻ ദ സർക്യൂട്ട് ഈസ് AVN. നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിരിക്കുന്ന സിഗ്നലിൽ ആംപ്ലിഫൈഡ് അല്ലെങ്കിൽ ആംപ്ലിഫയറിന് കൊടുക്കുന്ന സിഗ്നൽ ആംപ്ലിഫൈഡ് സിഗ്നൽ അത് ഫീഡ്ബാക്ക് സർക്യൂട്ടിന് നമ്മൾ കൊടുക്കുന്നത് AVN. വി ഇന്നും ദെൻ ഇൻറ്റു എ, അതാണ് ഫീഡ്ബാക്കിന് കൊടുക്കുന്ന ഇൻപുട്ടുകൾ. ദെൻ ഫ്രാക്ഷൻ ഓഫ് ദിസ് സിഗ്നൽ ദാറ്റ് ഈസ് AVN ഈസ് ഫീഡ്ബാക്ക് ടു ദ ഇൻപുട്ട്. ഈ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ത് ചെയ്യുന്നു? ഈ AVNൻ്റെ അല്ലെങ്കിൽ AV ഇൻപുട്ടിൻ്റെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഒരു പോർഷൻ, വളരെ ചെറിയൊരു ഫ്രാക്ഷൻ അത് അല്ലെങ്കിൽ ഇൻപുട്ടിലേക്ക് ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്നു. ദ ഫീഡ്ബാക്ക് സിഗ്നൽ AVN മസ്റ്റ് ബി ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ VIN, ദാറ്റ് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇവിടെ ഈ ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്ന സിഗ്നൽ
ഈ പോർഷൻ ഓഫ് AVN എന്ത് ചെയ്യുന്നു, അത് ഇൻപുട്ടിൻ്റെ അതേ ഫേസിൽ തന്നെയാണ് നമുക്ക് ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്നത്. അതിനാണ് നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. നൗ ദ സർക്യൂട്ട് സ്റ്റാർട്ട്സ് ആക്ടിങ് ലൈക്ക് ആൻ ഓസിലേറ്റർ. ഇപ്പോഴാണ് ഈ സർക്യൂട്ട് ഒരു ഓസിലേറ്ററായി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി ആ ഒരു കണക്ഷൻസ് നമ്മൾ കാണിച്ചിരിക്കുന്നതാണ് ഈ ഫിഗർ 2.1 നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ആ എക്സും സെഡും നമ്മൾ ഷോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് ഈ ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ഒരു പോർഷൻ ഫീഡ്ബാക്കിലേക്ക് കൊടുത്തിരിക്കുന്നു. ആ ഫീഡ്ബാക്ക് നമുക്ക് പോസിറ്റീവായി ആംപ്ലിഫയറിലേക്ക് തന്നെ തിരിച്ച് ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഒരവസ്ഥയിൽ എന്തായിരിക്കും ഈ സർക്യൂട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്? ഈ സർക്യൂട്ട് നൗ അസ്യൂം ദാറ്റ് ദ എബവ് സർക്യൂട്ട് ഇസ് മോഡിഫൈഡ് വിത്ത് ദ ഫോളോയിങ് കണ്ടീഷൻ. എന്തൊക്കെ കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത്? എക്സും സെഡും തമ്മിൽ ഷോർട്ട് ചെയ്തിരിക്കുന്നു, ഇൻപുട്ട് റിമൂവ് ചെയ്തിരിക്കുന്നു. ഇൻപുട്ട് റിമൂവ് ചെയ്താൽ വൺസ് ഇൻപുട്ട് കൊടുത്തു, ആ ഇൻപുട്ട് റിമൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഫീഡ്ബാക്ക് ചെയ്തിരിക്കുന്ന സിഗ്നലാണ് വീണ്ടും ഇൻപുട്ടായിട്ട് വർക്ക് ചെയ്യപ്പെടുന്നത്. ഇവിടെ ഈ ഒരു അവസ്ഥയിൽ 3 പ്രത്യേക തരം പോസിബിലിറ്റീസാണ് നമുക്ക് സാധ്യമായി വരുന്നത്. അതിനകത്ത് 3 കേസുകളായിട്ട് നമ്മളതിനെ തരംതിരിക്കാം. ഒന്നാമത് കേസ് 1. കേസ് 1 എന്ന് പറയുന്നത് ഇഫ് എ ബീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫീഡ്ബാക്ക് ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്കിന് നമ്മൾ എ ബീറ്റ എന്ന് പറയും. ബീറ്റ എന്നുള്ളത് ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ട് ബീറ്റ നമ്മൾ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. എ ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിനാണ് എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ വിത്ത് ഫീഡ്ബാക്ക്, അതാണ് ക്ലോസ്ഡ് ലൂപ്പ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് വിളിക്കുന്ന പേരാണ് എ ബീറ്റ. ആ എ ബീറ്റ 1-ൽ താഴെയാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? 1-ൽ താഴെയാണ് എങ്കിൽ then the removal of input signal Vin will results in ceasing of oscillation, that is damped oscillation. എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഒരു അവസ്ഥയിൽ ഈ ഫീഡ്ബാക്ക് 1-ൽ താഴെയാണ് എങ്കിൽ, അല്ലെങ്കിൽ ടോട്ടൽ ആംപ്ലിഫിക്കേഷൻ 1-ൽ താഴെയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഇൻപുട്ട് റിമൂവ് ചെയ്യുമ്പോൾ അത് പതിയെ ആംപ്ലിഫിക്കേഷൻ കുറഞ്ഞ് ഇല്ലാതെയാകുന്നു. ഈ ഒരു അവസ്ഥ നമ്മൾ ഊഞ്ഞാലിൽ സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് ഊഞ്ഞാലിൽ വൻസ് നമ്മൾ ആട്ടിവിടുന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ വരുമ്പോൾ എത്ര എനർജിയാണോ നഷ്ടപ്പെട്ടത് അത്രയും നമ്മൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. അതിനേക്കാൾ കുറച്ച് കൊടുക്കുമ്പോഴുള്ള അവസ്ഥയാണ് നമ്മൾ സംഭവിക്കുന്നത്. അതിനേക്കാൾ ചെറിയൊരു എനർജിയാണ് കൊടുക്കുന്നതെങ്കിൽ ഓരോ പ്രാവശ്യം കഴിയും തോറും ഊഞ്ഞാലിൻ്റെ ആട്ടം കുറഞ്ഞ് വളരെ പതിയെ അത് നിന്നു പോകാൻ കാരണമാകുന്നു. ഹിയർ ദ ഔട്ട്പുട്ട് ഓസിലേഷൻസ് വിൽ സ്ലോലി റെഡ്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഫൈനലി ഡൈസ് ഔട്ട്. ഇവിടെ ഓരോ ഓസിലേഷൻസ് കഴിയും തോറും, അതായത് ഊഞ്ഞാലിൻ്റെ ഓരോ ആട്ടം കഴിയും തോറും അല്ലെങ്കിൽ ഓസിലേറ്ററിൻ്റെ ഓരോ ഓസിലേഷൻസ് കഴിയും തോറും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു. ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു വന്ന് അവസാനം അത് നിന്നു പോകുന്നു, ഡൈസ് ഔട്ട്. ഇതിനാണ് വിളിക്കുന്ന പേരാണ് ഡാംപ്ഡ് ഓസിലേഷൻസ്. സച്ച് ഓസിലേറ്റർ ഈസ് ഓഫ് നോ യൂസ് ടു എനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. സാധാരണ ഇത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഒന്നും തന്നെ ഈ തരം ഓസിലേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇനി എന്താണ് കേസ് 2? ഇവിടെ എ ബീറ്റ ഗ്രേറ്റർ ദാൻ 1, 1-ൽ കൂടുതലായാൽ, എ ബീറ്റ 1-ൽ കൂടുതലായാൽ, അതായത് നമുക്ക് നഷ്ടപ്പെടുന്ന എനർജിയേക്കാൾ കൂടുതൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഊഞ്ഞാലിനെ ആദ്യം ഒരു ആട്ടി വിടുന്നു, അതിനുശേഷം രണ്ടാമത് കുറച്ച് എനർജിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എത്രയാണോ നഷ്ടപ്പെടുന്നത് അത്ര എനർജിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. പക്ഷെ അതിന് പകരം ആദ്യത്തെ കേസിൽ നമ്മൾ കണ്ടു അതിനേക്കാൾ കുറഞ്ഞ എനർജി കൊടുത്തു കഴിയുമ്പോൾ പതിയെ ഊഞ്ഞാൽ നിന്ന് പോകുന്നു. രണ്ടാമത്തെ കേസിൽ നമ്മൾ കാണുന്നത് അതിനേക്കാൾ കൂടിയ എനർജി നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആദ്യത്തെ പോയതിനേക്കാൾ കൂടുതൽ ഊഞ്ഞാൽ മുന്നോട്ട് പോകും. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവിടെ ഇഫ് 1 volt signal appearing initially at the input terminal will after a trip around the loop reappear as still larger voltage than 1 volt. ആദ്യം നമ്മൾ 1 volt ആണ് കൊടുത്തിരിക്കുന്നത്. ദെൻ അത് ലൂപ്പിലൂടെ തിരിച്ചു വരുമ്പോൾ അത് 1 voltനേക്കാൾ കൂടുതലായി എങ്കിൽ എന്ത് സംഭവിക്കുന്നു? ദിസ് ലാർജർ വോൾട്ടേജ് ദെൻ റീഅപ്പിയേഴ്സ് ആസ് എ സ്റ്റിൽ ലാർജർ വോൾട്ടേജ്. അതിനെ വീണ്ടും തിരിച്ചു വരും ഒന്നുകൂടി കൂടുതലായിട്ട്. ആൻഡ് സോ ഓൺ, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ബിൽഡിംഗ് ദ ഓസിലേഷൻസ് വിത്ത് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് വിത്തൗട്ട് ലിമിറ്റ്. അതൊരു പരിധിയില്ലാതെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി വന്നു കഴിഞ്ഞാൽ
നമുക്ക് അവസാനം ഊഞ്ഞാലിനാണ് എങ്കിൽ നമുക്ക് ആദ്യം പോകുന്ന ദൂരത്തേക്കാൾ കുറച്ചുകൂടി കൂടി അടുത്ത ദൂരം, പിന്നെയും കൂടി അടുത്ത ദൂരം, അങ്ങനെ ആകുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ആ ഓസിലേഷൻ നിന്നു പോകാൻ, ലിമിറ്റിലെത്തി നിന്ന് പോകാൻ കാരണമാകുന്നു. ഈ തരം ഓസിലേഷൻസും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നില്ല. ഇനി എന്താണ് മൂന്നാമത്തെ കണ്ടീഷൻ? ഇവിടെ എ ബീറ്റ 1 ആണ് എങ്കിൽ, അതായത് നമ്മൾക്ക് എത്രയാണോ നഷ്ടം വരുന്നത് അത്ര തന്നെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എ ബീറ്റ 1 എന്ന് പറയുന്നത്. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ, ദ കണ്ടീഷൻ ഓഫ് യൂണിറ്റി ലൂപ്പ് ഗെയിൻ. എ ബീറ്റ 1 ആയിരിക്കുന്ന അവസ്ഥ, ലൂപ്പ് ഗെയിൻ അതായത് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിനിനെ 1 ആയിരിക്കുന്ന ഒരവസ്ഥയാണ് എ ബീറ്റ 1 എന്ന് പറയുക. ഈ ഒരവസ്ഥേനെ അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർക്ക്-ഹ്യൂസൻ ക്രൈറ്റീരിയ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ക്രൈറ്റീരിയയാണ് ബാർക്ക്-ഹ്യൂസൻ ക്രൈറ്റീരിയ. എ ബീറ്റ 1 ആയി എന്ന് പറഞ്ഞാൽ ഒരു ആംപ്ലിഫയർ വിത്ത് പോസിറ്റീവ് ഫീഡ്ബാക്കിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ 1 ആയിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ബാർക്ക്-ഹ്യൂസൻ ക്രൈറ്റീരിയ. ബാർക്ക്-ഹ്യൂസൻ ക്രൈറ്റീരിയ എന്താണെന്ന് ചോദ്യങ്ങൾ പലപ്പോഴും ചോദിച്ചു വരുന്ന ഒരു കാര്യമാണ്. ഈ അവസ്ഥയിൽ ഈ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ സംജാതമായാൽ മാത്രമാണ് ഒരു ഓസിലേഷൻസ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക്, അല്ലെങ്കിൽ ഓസിലേറ്റർ എന്നുള്ള സർക്യൂട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയുക. ദിസ് കണ്ടീഷൻ ഇംപ്ലൈസ് ദാറ്റ് ബോത്ത് എ ബീറ്റ ഇസ് ഇക്വൽ ടു 1 ആൻഡ് ദ ഫേസ് ഓഫ് എ ബീറ്റ ഇസ് 0, ദാറ്റ് ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ഇവിടെ 2 കണ്ടീഷനുകളാണ് പാലിക്കപ്പെടുന്നത്. ഒന്ന് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ 1 ആണ്, രണ്ടാമത്തത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. എന്ന് പറഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ഇല്ല, 0 ആണ്. ആദ്യം ഇൻപുട്ട് ചെയ്തിരുന്ന അതേ സിഗ്നൽ തന്നെയാണ്, അല്ലെങ്കിൽ അതേ ഫേസിലുള്ള സിഗ്നലാണ് ഫീഡ്ബാക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഫേസ് ഡിഫറൻസ് 0 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ദി എബവ് കണ്ടീഷൻസ് നോ ചേഞ്ച് ഒക്കേഴ്സ് അറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് ആൻ ഓസിലേറ്റർ and we get output oscillations with constant amplitude as shown in figure. നമ്മൾ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ ഒരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡിലുള്ള ഒരു ഓസിലേഷൻ കിട്ടാൻ ഈ കണ്ടീഷൻ നമ്മളെ സഹായിക്കുന്നു. അതായത് ഒരു ഊഞ്ഞാലാട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോ ആട്ടം കഴിയുമ്പോഴും നഷ്ടപ്പെടുന്ന എനർജി മാത്രം നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃത്യമായ ഫേസിൽ, അതായത് ഇങ്ങോട്ട് വരുന്ന ഊഞ്ഞാലിനെ ഇങ്ങോട്ട് തന്നെ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ഊഞ്ഞാലിനെ ആ രീതിയിൽ തന്നെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഊഞ്ഞാലിൻ്റെ ആട്ടം കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്താൻ നമുക്ക് കഴിയുന്നു. Thus, to obtain the sustained and undamped oscillations, the loop gain A beta of positive feedback must be unity. ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഈ 3 കേസുകൾ സ്റ്റഡി ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു ആംപ്ലിഫയറിൻ്റെ ഈ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എ ബീറ്റ യൂണിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ, അതായത് 1 ആയി മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുള്ളൂ, ഒരു ഓസിലേഷൻസിനെ ആംപ്ലിറ്റ്യൂഡ് ഒരേപോലെ നിലനിർത്താൻ, സസ്റ്റെയിൻ ചെയ്യാൻ, ഒരേപോലെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. Therefore, now we can say that a positive feedback amplifier with a unity gain act as an oscillator. ഈ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ പഠിച്ച 3 കേസുകൾ നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ കഴിയുന്നു? A positive feedback amplifier with a unity gain act as an oscillator. എന്ന് പറഞ്ഞാൽ ഒരു ആംപ്ലിഫയർ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുകയാണെങ്കിലും അതിന് യൂണിറ്റി ഗെയിനിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ ആംപ്ലിഫയർ ഒരു ഓസിലേറ്ററായി വർക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ വർക്ക് ചെയ്യും എന്നത് ഈ ഉദാഹരണങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇന്നത്തെ നമ്മളുടെ ക്ലാസ് ഇതോടുകൂടി കഴിയുന്നു.